ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തോരനാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്ത് തോരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയറും ചേനയും ചേർത്തിട്ടുള്ള തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. ചേനയൊക്കെ നന്നായിട്ട് കുക്കാവുന്ന ചേനയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു തോരൻ റെഡിയാക്കി എടുക്കാം. ഒരുപാട് പയറും ചേർക്കരുത്, കുറച്ച് അളവിൽ മാത്രം ചെറുപയർ ചേർക്കുക. എന്നിട്ട് ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വയ്ക്കണമെന്നൊന്നുമില്ല, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 1/4 കിലോ ചേന ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കാവാൻ സമയം കൂടുതലെടുക്കും. പിന്നെ വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 5ഓ 6ഓ എടുക്കാം, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടത് പച്ചമുളക്, വേപ്പില, ഉള്ളി, ഇതൊക്കെയാണ്. സവോള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് കുക്കറിലേക്ക് മാറ്റാം. ചെറുപയർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വെള്ളം ചേർക്കാതെ ചെറുപയറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ കുക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേനയാണ് ചേർക്കുന്നത്. ചേന കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഇച്ചിരി ചേനയ്ക്ക് വേവ് കുറവായിരിക്കും, അപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ചേനയുടെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ പാനിലോ വേവിച്ചെടുക്കാം. ചെറുപയറും ചേനയും ഒരുമിച്ച് വയ്ക്കേണ്ട, രണ്ടായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഈ ചേനയിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ചേനയിലേക്ക് എരിവ് പിടിക്കാനായിട്ട് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് നീളത്തിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അരപ്പ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് എന്നുള്ളത് അരപ്പിലേക്ക് കൂട്ടി ഒതുക്കിയെടുത്താൽ മതി. ഞാൻ അരപ്പ് റെഡിയാക്കുന്നില്ല, ഇതിലേക്ക് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേന ദാ കുക്കായി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. ഒരു 1/4 ഭാഗം കുക്കായപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. ഇനി നമുക്ക് ഈ ചേന മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചേന ഞാൻ തേങ്ങയുടെ കൂടെയാണ് മാറ്റി വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങയും ചേനയും ഒരുമിച്ച് തന്നെ ചേർക്കാനുള്ളതാണല്ലോ. അപ്പോൾ പയറും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതേ പാൻ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർക്കാൻ പോവാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് വരണം. അതിനുശേഷം നമുക്ക് ജീരകപ്പൊടി ചേർക്കണം. ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീരകം, പച്ചമുളക്, ഉള്ളി എല്ലാം ചേർത്ത് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്തോളൂ. ജീരകം പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാതിരിക്കും എളുപ്പം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും തേങ്ങയും പയറും എല്ലാം ചേർത്ത് കൊടുക്കാം. പയറ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വരാനാണ് നമ്മളിനി അടച്ചു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ തേങ്ങയിലേക്കും പയറിലേക്കും ചേനയിലേക്കും ഒക്കെ പിടിച്ചു വരണം. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. ഇനി നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണം തോരൻ എന്നുള്ളതനുസരിച്ച് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനൊന്ന് ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ തോരൻ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ തോരൻ ഡ്രൈ ആയി വരും. വീണ്ടും ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത ഭാഗത്തേക്ക് ആക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ ഡ്രൈ ആയി കിട്ടും. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല, ഒരുപാട് കുഴഞ്ഞ രീതിയിൽ എടുക്കുന്നില്ല. ഇതുപോലെ നമ്മൾ നടുഭാഗത്ത് നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ വെള്ളം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമ്മുടെ തോരൻ റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ആക്കണം എന്നുള്ളതനുസരിച്ച് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള തോരൻ റെസിപ്പീസൊക്കെ ആകുമ്പോൾ മിക്സി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരയ്ക്കുന്നില്ലല്ലോ, ഡയറക്റ്റ് തേങ്ങ ചേർക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയൊക്കെയാണോ കൂടുതൽ ഇഷ്ടമായത്? ഇപ്പോൾ നമുക്ക് വൈകിട്ട് കഞ്ഞിയും എന്തെങ്കിലും ഒരു പപ്പടമൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കഞ്ഞി കുടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ചപ്പാത്തിയൊക്കെ തന്നെ ഉണ്ടാക്കണം എന്നില്ല, ഇടയ്ക്ക് ചേഞ്ചായിട്ട് കഞ്ഞിയും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. അതും കൂടി ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ എടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഒന്ന് ചൂട് കുറഞ്ഞിട്ട് എടുക്കുന്നതാണ്. ഇത്രയും ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ, ഒരുപാട് ഡ്രൈ ആക്കി എടുത്തിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെ ചേർത്ത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.